തിരുവനന്തപുരത്തെ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സിനിമകൾക്ക് കേന്ദ്രാനുമതി ലഭിക്കാത്തതിൽ ശക്തമായ നിലപാടുമായി സംസ്ഥാന സർക്കാർ. അനുമതിയില്ലെങ്കിലും മേളയിൽ മുഴുവൻ സിനിമകളും പ്രദർശിപ്പിക്കുമെന്നാണ് സർക്കാരിന്റെ നിലപാട്. മുൻ നിശ്ചയിച്ച പ്രകാരം മുഴുവൻ ചിത്രങ്ങളും പ്രദർശിപ്പിക്കാൻ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിക്ക് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നിർദ്ദേശം നൽകി. സർക്കാർ നിലപാടിനെ സംവിധായകൻ മധുപാൽ അഭിനന്ദിച്ചു. 19 സിനിമകൾ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ നിന്നും മാറിയിട്ട് ഈ ചലച്ചിത്രങ്ങൾ കാണിക്കാമെന്ന് ധീരമായ ഒരു തീരുമാനമെടുത്ത ആദരണീയനായ സജി ചെറിയാൻ മിനിസ്റ്റർ ഏറ്റവും ഗംഭീരമായിട്ട് തീരുമാനം തന്നെയാണ് എടുത്തത്. കാരണം ഈ ഒരു ഫെസ്റ്റിവൽ വളരെ ബോധത്തോടു കൂടി തന്നെയാണ് ഈ സിനിമകളെല്ലാം ഇവിടെ വരികയും ഈ സിനിമകളുടെ ഗസ്റ്റിനെ ഇവിടെ വരുത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഈ സിനിമകൾ കാണിക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ്. അങ്ങനെ എന്തുകൊണ്ട് കാണിക്കാൻ പറ്റില്ല എന്ന് തീരുമാനം പറയാതെ പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നതിന് അതല്ല. നമ്മൾ ഈ സിനിമകൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കാമെന്ന് എടുക്കുന്ന ഒരു തീരുമാനം ഗവൺമെന്റിന്റെ ഒരു തീരുമാനം. 5 എണ്ണത്തിന് കിട്ടിയിട്ടുണ്ട്, ബാക്കിയുള്ളത് കിട്ടാനുള്ളതാണ്. പക്ഷെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. മേഘന മുരളി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മേഘന, ഈ സിനിമകൾ മേളയിൽ നിന്ന് സിനിമകൾ വെട്ടിമാറ്റാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടു. അത് IFFK വേദിയിലും സിനിമാ പ്രവർത്തകർക്കിടയിൽ നിന്നും പുറത്തു നിന്നുമൊക്കെ സമൂഹത്തിൽ നിന്നുമൊക്കെ ആ വിമർശനങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ സർക്കാർ ഒരു സ്ട്രോങ് ആയ നിലപാട് ഇതിൽ സ്വീകരിക്കുകയാണ്. പ്രദർശിപ്പിക്കും സിനിമകൾ എന്ന നിലപാട്. വിവരങ്ങൾ മേഘന. റിജിത്ത്, തീർച്ചയായും ചലച്ചിത്ര അക്കാദമിയുടെയും അതുപോലെ തന്നെ ഈ ചലച്ചിത്ര മേളയുടെയും ഒന്നും ചരിത്രത്തിലില്ലാത്ത വണ്ണമാണ് 19 സിനിമകൾ റദ്ദ് ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ കേന്ദ്ര അനുമതി വൈകുന്ന രീതിയിലേക്കുള്ള ഒരു സാഹചര്യം. കൂടാതെ ഈ ചലച്ചിത്രമേളയിൽ സിനിമ കാണാൻ എത്തുന്നവർക്ക് അത് ക്യാൻസൽ ചെയ്തു എന്നുള്ള വിവരങ്ങളടക്കം ലഭിക്കുന്ന രീതിയിലേക്ക് അവർ മടങ്ങിപ്പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. 19 സിനിമകൾക്കാണ് കേന്ദ്ര അനുമതി വൈകിയത്. അതിന്റെ ഇതിവൃത്തവും അത് പലസ്തീൻ പാക്കേജുകളിൽ ഉൾപ്പെടുന്ന സിനിമകൾ, അതുപോലെ തന്നെ കൂടുതലും കേന്ദ്ര വിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന സിനിമകൾക്കാണ് നിഷേധം അല്ലെങ്കിൽ ഇത്തരത്തിൽ അനുമതി നൽകാത്തത് എന്നുള്ളതും വലിയ വിവാദമായി. അത് IFFK വേദിയിലടക്കം വിവാദ പ്രതിഷേധങ്ങളും ഒക്കെ കണ്ടതാണ്. അതിനു പിന്നാലെയാണ് സർക്കാർ ഒരു ശക്തമായ നിലപാടെടുക്കുന്നത്. സർക്കാർ പറയുന്നത്, ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ ഒരു വാർത്താക്കുറിപ്പ് എന്ന് പറയുന്നത്, എല്ലാ സിനിമകളും ഈ 19 സിനിമകളും IFFK വേദിയിൽ തന്നെ പ്രദർശിപ്പിക്കുമെന്നുള്ളതാണ്. IFFK വേദിയിൽ അത് അനുമതി ലഭിച്ചില്ലെങ്കിലും ഇപ്പോൾ 5 സിനിമകൾക്കാണ് ഇപ്പോൾ വൈകിയെങ്കിലും കേന്ദ്രാനുമതി, റദ്ദ് ചെയ്യപ്പെട്ടതിൽ നിന്ന് വൈകിയെങ്കിലും കേന്ദ്രാനുമതി ലഭിച്ചിരിക്കുന്നത്. ആ 5 സിനിമകൾ എന്ന് പറയുന്നത് ബീഫ്, വൺസ് അപ്പോൺ എ ടൈം ഇൻ ഗസ, ഈഗിൾ ഓഫ് ദ റിപ്പബ്ലിക്, ഹേർട്ട് ഓഫ് ദ വോൾഫ് എന്നീ സിനിമകൾക്കാണ് ഈ 19 നിന്ന് അനുമതി ലഭിച്ചിരിക്കുന്നത്. ഇനിയും 15 സിനിമകൾക്ക് അനുമതി ലഭിക്കാനുണ്ട്. പക്ഷേ ഈ അനുമതി ലഭിച്ചില്ലെങ്കിലും IFFK വേദിയിൽ പ്രദർശിപ്പിക്കുമെന്നുള്ളതാണ് സജി ചെറിയാന്റെ വാർത്താക്കുറിപ്പായി വരുന്നത്. അതൊരു ശക്തമായ നിലപാടായി, അല്ലെങ്കിൽ അത് കൊൽക്കത്ത ഫിലിം ഫെസ്റ്റിവലിലൊക്കെ കണ്ടതുപോലെ തന്നെ മമതാ ബാനർജി ചെയ്തതുപോലെ തന്നെ അതിന്റെ ഒരു ആവർത്തനമായി തന്നെയാണ് ഇവിടെയും സർക്കാർ ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുന്നത്. അത് കേരളത്തിലെ കലാപാരമ്പര്യത്തെ, അതുപോലെ തന്നെ സിനിമയുടെ ഒരു പാരമ്പര്യത്തെ തകർക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ ഫിലിം ഫെസ്റ്റിവലൊക്കെ എന്നൊക്കെ പറയുന്നത് അത് കൂടുതൽ സെൻസർഷിപ്പ് വേണ്ടാത്ത സിനിമകളാണ് ഇവിടെ പ്രദർശിപ്പിക്കുക. അതിൽ ഒരു കേന്ദ്ര അനുമതി മാത്രമാണ് വേണ്ടത്. അത് ലഭിച്ചില്ലെങ്കിൽ പോലും പ്രദർശിപ്പിക്കുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ സംവിധായകൻ മധുപാൽ അടക്കം പ്രതികരിക്കുകയും ചെയ്യുന്നത്, അത് 5 സിനിമകൾക്ക് ഇപ്പോൾ അനുമതി ലഭിച്ചിട്ടുണ്ട്. അത് അനുമതി ബാക്കി സിനിമകൾ കൂടി അനുമതി ലഭിക്കാനുള്ള നിരന്തര ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ്. ആ ചർച്ചകൾക്ക് ഒരു ഫലം ഉണ്ടായില്ലെങ്കിലും, അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിലും ഇവിടെ ഒരു സിനിമ പ്രദർശിപ്പിക്കുമെന്ന് തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള നിലപാടായി വരുന്നത്. ഇനി ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തുള്ള ഒരു വിശദീകരണം ലഭിക്കാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഈ സിനിമ റദ്ദ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഈ 5 സിനിമകൾക്ക് എങ്ങനെ വൈകി അനുമതി ലഭിച്ചു, ഈ കാര്യങ്ങൾക്ക് കൂടി ചലച്ചിത്ര അക്കാദമി വിശദീകരണം നൽകേണ്ടതുണ്ട്. കുക്കു പരമേശ്വരൻ അടക്കമുള്ളവർ, ഭാരവാഹികളടക്കം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുമെന്നുള്ള കാര്യം കൂടി നമുക്ക് അറിയുന്നുണ്ട്. എന്തായാലും അത് ഈ ഒരു ചലച്ചിത്രമേളയെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിനെ താളം തെറ്റിക്കുന്ന രീതിയിൽ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്തൊരു നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഒഴിവാക്കണമെന്ന് പറഞ്ഞ സിനിമകൾ IFFKയിൽ പ്രദർശിപ്പിക്കും. സർക്കാർ അത് സംബന്ധിച്ച നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ചിത്രങ്ങൾ പ്രദർശിപ്പിക്കണം എന്ന നിർദ്ദേശം മന്ത്രി നൽകിയിരിക്കുകയാണ്. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.